Hi, Thesnim's Flavors like എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ഒരു ടർക്കിഷ് ബ്രെഡ് ആണ്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ പത്തിരിയൊക്കെ പോലെ ചപ്പാത്തി പോലെ അവിടെ എപ്പോഴും ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ഡിഷാണ്, ട്രഡീഷണൽ ഡിഷാണ്. ഇതൊരു ഡിപ്പ് കൂട്ടിയിട്ടാണ് അവർ കഴിക്കാറുള്ളത്, മയോണൈസ് പോലെ. നമുക്ക് വേണമെങ്കിൽ ഇത് ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം. ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത് ഓവനിലാണ്, തവയിൽ വേണമെങ്കിൽ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. മാവ് നന്നായി പൊങ്ങി വരാൻ നല്ല ഈസ്റ്റ് ഉപയോഗിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏഞ്ചലിൻ്റെ ഈസ്റ്റ് ഉപയോഗിച്ച് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതെൻ്റെ ക്ലാസ്സിൻ്റെ ആഡാണ്. മൈക്രോവേവ് ക്ലാസ്, ഓവൻ്റെ ക്ലാസ് ഉണ്ട്, OTG, ചോക്ലേറ്റ്, ഇതിൻ്റെ എല്ലാം ക്ലാസ്സിൻ്റെ ആഡാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മൈദ 2 കപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അഞ്ജലി എന്നുള്ള കമ്പനിയുടെ ഈസ്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. 1/2 ടീസ്പൂൺ ഉപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഇത് നന്നായിട്ട് ഇളക്കുക. ഇത് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേർത്ത് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ. ഇനി ഇത് പാല് വെച്ചാണ് കുഴയ്ക്കുന്നത്. ഇനിയിപ്പോൾ പാലില്ലെങ്കിൽ കുറച്ച് പാൽപ്പൊടി ചേർത്തിട്ട് പിന്നെ ഇളം ചൂടുവെള്ളം കൊണ്ട് കുഴച്ചാലും മതി. ഇപ്പോൾ ഞാൻ ഇളം ചൂടുള്ള പാല് വെച്ചിട്ടാണ് കുഴയ്ക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെയല്ല, കുറച്ച് അധികം ലൂസായിട്ടാണ് ഉണ്ടാവുക. മാവ് കുറച്ച് ലൂസിലാണ് ഉണ്ടാവുക. ഇപ്പോൾ തന്നെ ഇത് ലൂസാണ്, കുറച്ച് ലൂസാണ്. നമുക്ക് കുറച്ചും കൂടെ പാൽ ഇത് ചേർക്കാണ്ട്. ശക്തിയിൽ നന്നായിട്ടൊന്ന് കുഴയ്ക്കണം. അതുപോലെ തന്നെ ഇളക്കിയാൽ മതി. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റുമെങ്കിൽ കൈ കൊണ്ട് കുഴച്ചോളൂ കേട്ടോ. ഇനി ഇത് മാവ് പൊങ്ങാൻ വേണ്ടി വെക്കുകയാണ്. മുകളിലൊരു ഇത്തിരി ഓയിൽ ഒഴിച്ചു. ഒരു 1/2 ടീസ്പൂൺ ജസ്റ്റ് ഒന്ന് മുകളിലൊന്ന് ആവാൻ വേണ്ടിയിട്ട് ക്ലിംഗ് ഫിലിം വെച്ചിട്ട് നമുക്കത് കവർ ചെയ്ത് വയ്ക്കാം. ഇത് നമുക്ക് ഇനി മാവ് നന്നായിട്ടൊന്ന് പൊങ്ങി വരണം. ഒരു 2 hours കൊടുക്കാം. പൊങ്ങി വരിക എന്ന് പറഞ്ഞാൽ ഡബിൾ ക്വാണ്ടിറ്റി ആവണം. നല്ല ഈസ്റ്റ് ആണെങ്കിൽ പെട്ടെന്നാവും. നോക്കാം. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചതായിരുന്നു. മാവ് ഇപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്, ഡബിൾ ക്വാണ്ടിറ്റി ആയിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാം. നല്ല ലൂസ് മാവായതുകൊണ്ടേ നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റും. മാവ് നന്നായി പൊങ്ങി വന്നിട്ട് കുറച്ച് എയർ ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ കുഴച്ച് വെച്ച മാവ് ഒന്നും കൂടെ കുഴയ്ക്കാറുണ്ട് കൈ കൊണ്ട്. പക്ഷെ ഇത് കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റില്ല, കയ്യിൽ പറ്റിപ്പോ. കുറച്ച് മൈദ തൂവാം. ഇത് കേക്കിൻ്റെ സ്ക്രാപ്പർ ഉണ്ടല്ലോ, ഇതിന് മുകളിലും കുറച്ച് മൈദ സ്പ്രെഡ്. ഈ സ്ക്രേപ്പർ വെച്ചിട്ട് തന്നെയാണ് ഇതൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ പുറത്തുനിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. നമുക്ക് കൈ കൊണ്ട് എന്തായാലും കുഴയ്ക്കാൻ പറ്റില്ല.
ഒരു ട്രേ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ട്രേ ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ട്. കൈയൊന്ന് എണ്ണയിൽ മുക്കിയിട്ട് ഇനി കുറച്ച് അറ്റം കുറച്ച് വിട്ടിട്ട് കവർ ചെയ്ത് വയ്ക്കുകയെ ഒന്നുകിൽ കവർ ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഇതേപോലെ മൂടി വയ്ക്കാം. നനഞ്ഞ ക്ലോത്ത് പിഴിഞ്ഞിട്ട് അതുകൊണ്ട് കവർ ചെയ്താൽ മതി. ക്ലീൻ ഫിലിം വെച്ചാൽ മതി. എന്തായാലും 10-20 മിനിറ്റ് വയ്ക്കാം. പതിനഞ്ച് മിനിറ്റ് സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ തുറന്നു കഴിയുമ്പോൾ ഏതെങ്കിലും ഇത് നമുക്കിങ്ങനെ യോജിച്ച പോലെ നമ്മളൊരു ഇങ്ങനെ വരഞ്ഞ പോലെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ കുറവുണ്ടെങ്കിൽ ഒന്നും കൂടെ അത് പ്രസ് ചെയ്ത് കൊടുക്കണം. ബേക്ക് ചെയ്യുമ്പോൾ ഏതായാലും ഇതൊന്ന് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ ഒന്നാവാൻ പാടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളൊന്നും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇവിടേക്ക് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കൊടുക്കണം. അതങ്ങനെ യോജിച്ച് പോയിട്ടുണ്ട്. മാവ് പൊങ്ങി വരുമ്പോഴേ യോജിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും കൂടെ നമ്മൾ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ആയിരിക്കും. ഇനി നമ്മളിതിൻ്റെ മുകളിലൊരു ഗ്ലേസ് കൊടുക്കുന്നതിന് വേണ്ടി ഒരു മുട്ടയുടെ മഞ്ഞയാണ് എടുത്തുള്ളത്, വെള്ള വേണ്ട, മഞ്ഞ മാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പാല്. ഇത് നമ്മൾ ആദ്യം ഇതിലേക്ക് ഒരു കുറച്ച് പാല്. ഇതിനി വെളുത്ത എള്ളാണ്. ഇതൊന്ന് സ്പ്രെഡ് ചെയ്യാം. കറുത്ത എള്ളായാലും കുഴപ്പമില്ല, രണ്ടും മിക്സ് ചെയ്തിട്ടും ഇടാറുണ്ട്. ഞാൻ എന്തായാലും ഇപ്പോൾ വെളുത്ത എള്ള മാത്രമാണ് ചേർക്കുന്നത്. ഇനി ഇത് 200 ഡിഗ്രി ടെമ്പറേച്ചറിൽ ബേക്ക് ചെയ്തെടുക്കാം. ഒരു 20-25 മിനിറ്റ്. 20 മിനിറ്റ് കൊണ്ട് തന്നെ ആവേണ്ടതാണ്. നമുക്ക് നോക്കിയിട്ട് എടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് നോക്കിയാൽ മതി. ബ്രെഡ് ആയിട്ടുണ്ട്.
ഇത് മാത്രം സോഫ്റ്റ് ആണെന്ന് മനസ്സിലാവണ്ട. ഇത് മാത്രം സോഫ്റ്റ് ആണെന്ന് നോക്കാം. കണ്ടോ, സോഫ്റ്റായിട്ട് നിറച്ച് എയർ ബബിൾസൊക്കെ വന്ന് നല്ല സോഫ്റ്റായിട്ടുള്ള ബണ്ണാണ്.